ലഹരിക്ക് പൂട്ടിടാൻ ഉറച്ച് പോലീസ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായി പോലീസ് നടത്തിയ റെയ്ഡിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നഗരത്തിലെ ലഹരി സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ VK രാജു 24-നോട് പറഞ്ഞു. പരിശോധനയിൽ നമുക്കൊരു 8 കോട്ട്പാ കേസുകൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ പൊതുസ്ഥലത്തിൽ നിന്ന് മദ്യപിച്ച കുറച്ചുപേരെ പിടിച്ചിട്ടുണ്ട്, അതിന് കേസെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സ്ഥലങ്ങൾ മുഴുവനും കയ്യേറി ഇവിടെ കിടന്ന് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, ഈ പൊതുജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഈ സൗത്ത് ഏരിയയിലേക്ക് കടന്നു വരാനും റെയിൽവേ സ്റ്റേഷനും KSRTCയുമായ ഏരിയയിലേക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എബിൻ ജോസ് വിവരങ്ങളുമായി ചേർന്നു. എബിൻ, അടിക്കടിക്ക് തുടരെയുള്ള പരിശോധനയാണ്. കൊച്ചി ക്ലീൻ ആക്കുമോ? ഇപ്പോഴും പരിശോധന തുടരുകയാണ്. സുഹേൽ, പരിശോധന അവസാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ തുടർച്ചയായി പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇന്ന് പ്രധാനമായും സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 8ഓളം പേരെയാണ് പോലീസ് പിടികൂടിയത്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം വിന്യസിച്ചുകൊണ്ടായിരുന്നു ഈ പരിശോധന നടത്തിയത്. സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷനെയോ അതുപോലെ തന്നെ KSRTCയുടെ വിവിധ ഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത്. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് ലഹരി സംഘങ്ങളെ പ്രധാനമായും പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ സമാനമായ പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.